ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. പതിവ് പോലെ നമ്മൾ എത്തിയിരിക്കുകയാണ് റൈഡിംഗ് റിപ്പോർട്ടറിൽ. ഉച്ചനേരമാണ്, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞവരുണ്ടാവും, കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. എല്ലാവർക്കുമായി ചില പ്രത്യേക വിഭവങ്ങളുമായാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ എത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ അവർ സഞ്ചരിച്ച, അവർ കണ്ട കാഴ്ചകൾ, അവർ കേട്ടറിഞ്ഞ, നിങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ച ഇടങ്ങളൊക്കെ പകർത്തിയെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. റൈഡിംഗ് റിപ്പോർട്ടർ ആരംഭിക്കുന്നു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഉച്ച സമയമാണ്, എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയം. നല്ല ഒന്നാം തരം ചിക്കൻ തോരനും ആവി പറക്കുന്ന ചോറും കഴിച്ചാൽ എങ്ങനെ ഉണ്ടാകും? എവിടെ നിന്ന് കഴിക്കുമെന്നല്ലേ വഴിയുണ്ട്. ചിക്കൻ തോരൻ എന്ന് പറയുമ്പോൾ പിന്നെ സ്ഥലം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. തിരുവനന്തപുരത്തെ ഒരു ഗ്രാമത്തിലേക്കാണ് അഖിൽ ഷാ അൻസാർ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ഒരു കുഞ്ഞു കടയും ഒരുപാടേറെ ആരാധകരുള്ള അവിടുത്തെ ആ പ്രത്യേക വിഭവം നമുക്ക് കാണാം. തലസ്ഥാന നഗരിയിൽ നിന്ന് 25 കിലോമീറ്റർ ഇപ്പുറം സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം, ആര്യനാടെന്ന മലയോര ഗ്രാമത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ചിക്കൻ തോരൻ ഉദ്ഭവിച്ച സ്ഥലം എന്നറിയപ്പെടുന്ന ഒരു ഹോട്ടലുണ്ട് ഇവിടെ. ആര്യനാട്ടുകാരിയായ ഗിരിജാമ്മ നടത്തുന്ന ഒരു കുഞ്ഞ് കട. ഉച്ചയ്ക്ക് തോരനും കൂട്ടി ഒരു ഊണ് പാസ്സാക്കാനുള്ള യാത്രയാണ് ഇന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ കുഞ്ഞു ഹോട്ടൽ. ഹോട്ടൽ ശംഭു ശങ്കരൻ എന്നാണ് പേര്. ഗിരിജാമ്മയുടെ ചെറുമക്കളുടെ പേരാണ് ശംഭുവും ശങ്കരനും. എന്തായാലും ഇപ്പോൾ ഇവിടെ ഗിരിജാമ്മയും ഭർത്താവ് തങ്കപ്പനും മകളും മരുമകനും ഒക്കെ ചേർന്നാണ് ഇത് കൊണ്ടുപോകുന്നത്. എല്ലാവരും ഇവിടെയുണ്ട്. പാചകത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും. വർഷങ്ങൾക്ക് മുൻപ് ഗിരിജാമ്മയും തങ്കപ്പൻ ചേട്ടനും ചേർന്ന് തുടങ്ങിയ ഊണുകട. തുടങ്ങുമ്പോൾ നിരവധി വിഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം ചിക്കൻ തോരൻ എന്ന പുതുവിഭവം കൂടി പരീക്ഷിച്ചു. അത് വൻ വിജയമായി. ചിക്കൻ തോരൻ വാങ്ങാൻ മാത്രം ആളുകൾ ഒഴുകി. അങ്ങനെയാണ് കടയിൽ ഊണും തോരനും മാത്രമായി ചുരുക്കിയത്. ഈ തോരനും സലാഡും അച്ചാറും ഗ്രേവിയേ ഉള്ളൂ. ഇത്ര തന്നെ. ചോറും കപ്പയും ഇതേ ഉള്ളൂ. 100 രൂപ തോരൻ, 30 രൂപ ഊണ്. ആട്ടിറച്ചി ഉണ്ടായിരുന്നു, കാളയിറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചിലവ് കൂടുതലും ഈ കോഴി തോരനായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ തോരനിലേക്ക് വന്നത്. 12 മണി തൊട്ട് 2-2:30 ആകുമ്പോൾ അങ്ങ് തീരും. വിറകടുപ്പിലാണ് വയ്ക്കുന്നത്. അത് ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് വഴറ്റുക. അത് കഴിഞ്ഞ് കുറച്ച് സവാളയും കൂടെ ഇട്ട് വഴറ്റി ഇറച്ചി ഇടും. വെന്തതിന് ശേഷം മല്ലി, മുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് പിന്നെ ഇടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചതച്ചത് വിരവിയത് വാരി ഇട്ട് അത് കറക്റ്റായിട്ട് കിണ്ടിയെടുക്കുന്നതാണ് ഈ കോഴിത്തോരൻ. ഗിരിജാമ്മയെയും തങ്കപ്പൻ ചേട്ടനെയും പ്രായാധിക്യം കാര്യമായി ബാധിച്ചപ്പോൾ പാചകം ചെയ്യാൻ വയ്യാതെയായി. കഴിഞ്ഞ 5 വർഷമായി മകൻ സന്ധ്യയുടെ ഭർത്താവ് സതീഷാണ് പാചകം. സന്ധ്യയും ഒപ്പമുണ്ട്. പക്ഷേ രുചിക്കൂട്ട് ഗിരിജാമ്മയുടേത് തന്നെ. മാമിക്ക് വലുതായിട്ട് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കടയിൽ കയറിയിട്ട് ഒരു 5 വർഷമായി. എല്ലാവരും കൂടി തന്നെ 4 വെളിയിൽ നിന്ന് ആൾക്കാരൊന്നുമില്ല. നമ്മൾ 4 കുടുംബക്കാർ. നല്ല ഭക്ഷണം കൊടുക്കുന്നു, ആൾക്കാർ തിരക്കി വരുന്നു. ഭക്ഷണം ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
ചേട്ടാ എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? ഭക്ഷണം നല്ലതാണ്. സ്ഥിരം നമ്മൾ കഴിക്കുന്നതാണ്. എൻ്റെ വീട് അടുത്താണ്. എന്നാലും നമ്മൾ ഇവിടുത്തെ ഭക്ഷണത്തെ ക്വാളിറ്റി ഉള്ളത് കാരണം പ്രധാന വെറൈറ്റി ആയിട്ട് ചിക്കൻ തോരനും ഈ സലാഡ്, അച്ചാറ് എല്ലാം നല്ല ഇതാണ്. നല്ല വിലയും കുറവാണല്ലേ? ആ, വിലയും കുറവാണ്. ഒരുപാട് ആയിട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട്? ആ, വരുന്നുണ്ട്. എവിടെയാ വീടൊക്കെ? എവിടെ? ഇവിടെ അടുത്താണ്. ഒരു 3 കിലോമീറ്ററിനകത്ത്. ശരി ശരി ശരി. അപ്പോൾ ഒരുപാട് വർഷമായിട്ട് അറിയാം ഈ കട? അറിയാം. നല്ല അടിപൊളി ഫുഡ്, ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ്. ഈ പറഞ്ഞ പോലെ ഈ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം, കൂടെ ഈ ഒരു ചെറിയ കട, കൊള്ളാം, അടിപൊളി, സൂപ്പർ. ചിക്കൻ തോരനാണ് മെയിൻ. അതില്ലാതെ ഈ കട ഓടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ചിക്കൻ തോരനും നല്ല ചൂട് ചമ്പാവരി ചോറും അച്ചാറും കപ്പയും സലാഡും ഒക്കെ ചേർത്തൊരു പിടി പിടിച്ചാൽ ഉഷാറാണ്. വെറും 130 രൂപയ്ക്ക് നല്ലൊരു ഊണും ചിക്കൻ തോരനും ഭീമൻ ലാഭം പ്രതീക്ഷിച്ചൊന്നുമല്ല ഈ കുടുംബം ആളുകൾക്ക് വിളമ്പുന്നത്. പക്ഷേ അന്നന്ന് ജീവിച്ചു പോകാൻ കഴിയുന്നതിൽ ഇവർ ഹാപ്പിയാണ്. കഴിച്ച ശേഷം ആളുകൾ പറയുന്ന നല്ല വാക്കുകൾ ഗിരിജാമ്മയെയും കുടുംബത്തെയും കൂടുതൽ ഹാപ്പിയാക്കുന്നു. ശംഭു ശങ്കറിൽ നിന്ന് ചിക്കൻ തോരൻ്റെ രുചി ആര്യനാട്ടും തിരുവനന്തപുരത്താകെയും എത്തിയെന്നുള്ളതാണ് സത്യം. ആര്യനാട് കേന്ദ്രീകരിച്ച് ഇന്നുള്ളത് ചിക്കൻ തോരൻ വിളമ്പുന്ന നിരവധി ഹോട്ടലുകളും. ഇങ്ങനെ തിരുവനന്തപുരത്തിന് ഇനിയുമേറെയുണ്ട് പറയാൻ രുചിക്കൂട്ടുകളുടെ കഥ. അഭിലാഷ് തുഴുങ്കോടിനും രാഹുലിനും ജിതിനുമൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. അങ്ങനെ ഒരുപാട് പരസ്യമൊന്നുമില്ലാതെ തന്നെ ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടതായി മാറുന്ന ഒരു കട. ഇങ്ങനെയുള്ള ഒരുപാട് കടകൾ നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തുണ്ട്, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുണ്ട്. നിങ്ങളതൊക്കെ സൂചിപ്പിക്കാൻ നമ്മൾ അവിടേക്ക് കൂടി എത്തും. ഏതായാലും ഗിരിജാമ്മ പറയുന്നുണ്ട് വളരെ നിസ്സാരമായിട്ട് ചെറിയ ചില ഐറ്റംസേ ഉള്ളൂ, പക്ഷേ ആ ഒരൊറ്റ ഐറ്റം കോഴിത്തോരൻ, അത് മതി ആ കടയുടെ പേര് ശംഭു ശങ്കറിനെ ഫേമസ് ആക്കുന്നത് ആ കോഴിത്തോരനാണ്. ഇനി നമ്മൾ പഴമയുടെ പ്രൗഢി നിലനിൽക്കുന്ന ഒരു നഗരത്തിലേക്കാണ്, കൊൽക്കത്തയിലേക്ക്. ബ്രിട്ടീഷ് കാലത്തെ ഓർമ്മിപ്പിക്കും വിധമുള്ള ചരിത്രശേഷിപ്പുകൾ ഈ നഗരം അതേപടി സൂക്ഷിക്കുന്നുണ്ട്. കൊൽക്കത്ത നഗരത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പിടി കൗതുക കാഴ്ചകളുമുണ്ട്. അവിടേക്കാണ് റൈഡൻ റിപ്പോർട്ടറുടെ അടുത്ത യാത്ര. കൊൽക്കത്തയിൽ നിന്ന് നിതിൻ അബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊൽക്കത്ത നഗരത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ഹാൻഡ് റിക്ഷകൾ, മഞ്ഞ അംബാസിഡറുകൾ, ട്രാം എന്നിവയൊക്കെ. ഇതിലൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നഗരത്തിരക്കിനിടയിൽ ജീവിതം തള്ളി നീക്കുന്ന ഒരു കൂട്ടരാണിവർ. കൊൽക്കത്ത നഗരത്തിലെത്തിയാൽ ഇങ്ങനെയുള്ള ഹാൻഡ് റിക്ഷകളിൽ സഞ്ചരിച്ച് വേണം നഗരത്തെ ആസ്വദിക്കാൻ. പണ്ടുകാലത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട യാത്രാ മാർഗമായിരുന്നു ഇത്തരം ഹാൻഡ് റിക്ഷകൾ. പിന്നീട് അവ സൈക്കിൾ റിക്ഷയായും ഓട്ടോറിക്ഷയുമൊക്കെ മാറി. പക്ഷേ ഇപ്പോഴും ഹാൻഡ് റിക്ഷകൾ ഉള്ള ഏക നഗരം അത് കൊൽക്കത്തയാണ്. ഹാൻഡ് റിക്ഷയിൽ നിന്ന് ഇനി നമ്മുടെ യാത്ര കൊൽക്കത്തയുടെ മുഖമുദ്രയായ ഈ മഞ്ഞ ടാക്സിയിലാണ്. നിരത്തുകളിലെ രാജാവ് കൂടിയാണ് ഇവൻ. കൊൽക്കത്തയുടെ ഒരു പൈതൃകത്തിൻ്റെ കൂടി ഭാഗമാണ് ഈ മഞ്ഞ ടാക്സികൾ. അപ്പോൾ ഇനി ഈ മഞ്ഞ ടാക്സിയിൽ നമുക്ക് നഗരത്തിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം.
हाँ, यही टैक्सी हम चलाया शुरू से, इसको भी आज तक हम 37 आवर्स से चला रहे हैं। और नया गाड़ी नहीं आ रही है, इसलिए ये नहीं रहेगा। कंपनी 15 साल होते जा रहा है, गाड़ी कटते चली जा रही है, इसलिए गाड़ी ख़त्म हो जाएगी। കൊൽക്കത്തയിലെത്തുന്ന സഞ്ചാരികൾ നിർബന്ധമായും സഞ്ചരിക്കേണ്ടതാണിത്. അധിക കാലമൊന്നുമില്ല, ഈ ഡിസംബറോടുകൂടി തന്നെ കൊൽക്കത്തയുടെ ഒരു അടയാളം നിരത്തുകളിൽ നിന്ന് ഒഴിയുകയാണ്. ഇതാണ് നഗരത്തിന്റെ അടയാളമായ ട്രാം. കാണുമ്പോൾ ഒരു കൗതുകമില്ലേ, റോഡിന്റെ നടുക്കിലൂടെ ഒരു ട്രെയിന്. എന്തായാലും നമുക്കിതിൽ ഇനി യാത്ര ചെയ്യാം. കൊൽക്കത്തയിലെത്തുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതിലെ യാത്രകൾ. അത്രയേറെ ചരിത്രവും പ്രാധാന്യവും ഉണ്ട് ഈ നഗരത്തിന്. കൊൽക്കത്തയിൽ നിന്ന് മോഹൻകുമാറിനൊപ്പം വിപിൻ അംബുജൻ, 24. ഒരുപാട് നഗരങ്ങൾ ഇങ്ങനെ വളരെ വേഗത്തിൽ വളരുമ്പോൾ അല്ലെങ്കിൽ കുതിച്ചു പായുമ്പോൾ കൊൽക്കത്തയിലേക്ക് പോകുന്ന അനുസരിച്ച് ആ പതുക്കെ ഓടുന്ന ട്രാമിലും ആ മഞ്ഞ അംബാസഡറും ഒക്കെയാണ് ഇപ്പോഴും നൊസ്റ്റാൾജി. അത് കാണാനും അതിലൊക്കെ കയറാനും വേണ്ടിയാണ്. അതായാലും നിതിൻ സൂചിപ്പിച്ചതുപോലെ കുറച്ചു കാലം കൂടെ ഉള്ളിൽ ഇനി ആ മഞ്ഞ അംബാസഡറൊക്കെ, അതിനു മുമ്പേ എല്ലാവരും പോയി ആ കൊൽക്കത്തയിലെ മഞ്ഞ അംബാസഡറിലെ യാത്രയൊക്കെ ആസ്വദിക്കുക. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ, റൈഡ് റിപ്പോർട്ടറിലേക്ക് വീണ്ടും. അപ്പോൾ നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് ഒപ്പം ചിക്കൻ തോരൻ്റെ ആ സ്വാദിൽ നിന്ന് ആ കാഴ്ചയിൽ നിന്നൊക്കെ പോകുന്നത് ഇനി ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. വെള്ളച്ചാട്ടം ഏറെ ആസ്വദിക്കുന്നവരാണ് മലയാളികൾ. കേരളത്തിലേക്ക് പലരും എത്തുന്നതിന് വെള്ളച്ചാട്ടം ആസ്വദിക്കാനും കാണാനും ഒക്കെ വേണ്ടിയാണ്. എറണാകുളം പിറവത്തെ അരീക്കൽ വെള്ളച്ചാട്ടം കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പം സമയം ചെലവഴിക്കാൻ ഒരു പറ്റിയ സ്ഥലമാണ്. മഴ വന്നതോടെ പതഞ്ഞ് നിറഞ്ഞൊഴുകുന്ന അരീക്കൽ വെള്ളച്ചാട്ടം ആസ്വദിക്കാനായി നിരവധി പേരാണ് എത്തുന്നത്. അരീക്കലിൽ നിന്ന് ശ്രീധര കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വെള്ളച്ചാട്ടം കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. പക്ഷെ മഴക്കാലത്ത് വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് റിസ്ക് അല്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് എറണാകുളം പിറവത്തെ അരീക്കൽ വെള്ളച്ചാട്ടം. വളരെ സേഫായി വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനും അതിലിറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ യാത്ര. എറണാകുളം കൂത്താട്ടുകുളം റോഡിലൂടെ സഞ്ചരിച്ചാൽ അരീക്കൽ വെള്ളച്ചാട്ടത്തിലെത്താം. മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരുന്നവർ നേരെ പാമ്പാക്കുടയിലേക്ക് എത്തുക. റബ്ബർ തോട്ടങ്ങളും കാടുമൊക്കെയുള്ള വഴിയിലൂടെയാണ് യാത്ര. കാർഷിക ഗ്രാമമായ പാമ്പാക്കുട പഞ്ചായത്തിലെ അരീക്കൽ വെള്ളച്ചാട്ടത്തിനടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ചുറ്റും റബ്ബർ തോട്ടങ്ങളാണ്. എനിക്ക് ഇവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം മഴയൊരുക്കി വെച്ച വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് പാസ് എടുക്കണം. അങ്ങോട്ട് പോകാം. 20 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശന സമയം. മഴയെത്തിയതോടെ അരീക്കലിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. അതിപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വന്നതോടുകൂടി ഒത്തിരി ഒരു 4-5 വർഷമായിട്ട് ഫേമസ് ആയതാണ്. പിന്നെ ഇവിടെ എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് ഒരു ഫെസ്റ്റ് ഉണ്ട്. ആ ഫെസ്റ്റോട് 10 ദിവസത്തെ പരിപാടിയുണ്ട്. കലാപരിപാടികൾ, ലൈറ്റ് ഷോയും ഒക്കെ ഉണ്ട്. അതോടുകൂടി അത്ര ഫേമസ് ആയത്. പച്ചപ്പടർപ്പുകൾ നിറഞ്ഞ പരിസരം. റോഡിൽ നിന്ന് താഴേക്കുള്ള പടിക്കെട്ടിറങ്ങിയാൽ അരീക്കൽ വെള്ളച്ചാട്ടമായി. മഴ തുടങ്ങിയാൽ പിന്നെ ഈ പടികൾ ഇറങ്ങുന്നവരുടെ എണ്ണം ദിവസേന 2000 വരെ ഉണ്ടാകുമെന്നാണ് അധികൃതരുടെ കണക്ക്. കിഴക്കൻ മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം 100 അടിയോളം താഴെയുള്ള കരിമ്പാറക്കൂട്ടങ്ങളിൽ പതിച്ച് ചിന്നിച്ചിതറുകയാണ്. മനോഹരമായൊരു പുഞ്ചിരി പോലെ അരീക്കൽ സഞ്ചാരികളെ മോഹിപ്പിക്കുന്നു. ഏകദേശം 100 അടി മുകളിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ പാറകളിൽ തട്ടി താഴേക്ക് വീഴുന്നത്. അപ്പം 3 തട്ടുകളിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം വീഴുന്നത്. ഈ വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനും വേണ്ടി അരീക്കൽ വെള്ളച്ചാട്ടത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനൊരു ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത് നിന്ന് കണ്ടുകൊണ്ട് വെള്ളച്ചാട്ടം ആസ്വദിക്കാം.
അരീക്കൽ വെള്ളച്ചാട്ടം നന്നായി ആസ്വദിക്കണമെങ്കിൽ മഴ കനത്തു പെയ്യുമ്പോൾ വരണം. മഴയുള്ളപ്പോഴേ ഇവിടെ വെള്ളച്ചാട്ടത്തിന് വീര്യമുള്ളൂ. മഴ കുറഞ്ഞാൽ അത് നേർത്തു പോകും. ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ പതഞ്ഞൊഴുകുന്ന വെള്ളം ആരുടെയും മനസ്സ് കുളിർപ്പിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ദൂരെ നിന്ന് വന്നാൽ ഫസ്റ്റ് കൊണ്ടുവരുന്ന സ്ഥലം ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. ഫസ്റ്റ് ടൈമാ ഞാൻ വരണേ ഇങ്ങനെ. ഞാൻ ഇറങ്ങി, ഇഷ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. വെള്ളച്ചാട്ടത്തിലൊന്നും ഇതുവരെ പോയിട്ടില്ല, പക്ഷെ നൈസ് സാധനം ഇവിടെ കയറാനും പറ്റുന്നുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ഒരു റെയിനി സീസണൊക്കെ ആണെങ്കിൽ എന്തായാലും ഇവിടെ വന്നത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. സൂപ്പറാണ്. ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല സേഫാണ്, അതുപോലെ എൻജോയും ചെയ്യാൻ പറ്റും. പ്രകൃതി ഒരുക്കിയ സ്വിമ്മിംഗ് പൂളാണിത്. മൂന്നാമത്തെ തട്ടിലെ ഈ തടയണയ്ക്ക് അധികം ആഴമില്ലാത്തതിനാൽ ഇഷ്ടംപോലെ നീന്തി തുടിക്കാം. കുട്ടികളുമൊത്ത് വരുന്നവർക്ക് ടെൻഷൻ ഇല്ലാതെ വെള്ളച്ചാട്ടത്തെ ആവോളം വാരിപ്പുണരാം. ഈറനോടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കയറി വരുമ്പോൾ ചൂട് ചായയോ നാരങ്ങ വെള്ളമോ കുടിക്കാൻ തോന്നിയാൽ അതും നടക്കും. വെള്ളച്ചാട്ടത്തോട് ചേർന്ന് ഒരു കൊച്ചു കടയുമുണ്ട്. കൂടുതൽ ആൾക്കാർ വീട്ടിൽ ഇരുന്ന് ചുമ്മാ ഇരുന്ന് അപ്പോൾ വ്ളോഗേഴ്സ് ഒരുപാട് പേര് വന്നു. അങ്ങനെയാണ് ഇവിടെ സെറ്റായത്, ആൾക്കാർ വന്നു തുടങ്ങിയത്. അതിനു മുമ്പ് എത്ര ആൾക്കാർ വരില്ലായിരുന്നു. അരീക്കൽ വെള്ളച്ചാട്ടം കാണാനെത്തുന്നവർക്ക് വ്യൂ പോയിന്റും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വരുന്നവർക്ക് ഡ്രസ് ചേഞ്ചിങ് റൂമും ഒരുക്കിയിട്ടുണ്ട്. വസ്ത്രം മാറുന്ന മുറിയിൽ സൗകര്യങ്ങൾ അല്പം പരിമിതമാണ്. നവീകരണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ വൈകാതെ വരുമെന്നാണ് അധികൃതർ പറയുന്നത്. വെള്ളച്ചാട്ടം എവിടെ നിന്ന് കണ്ടാലും അതിന്റെ അകത്ത് ഇറങ്ങി നിന്ന് കാണുന്നത്ര ഭംഗി എന്തായാലും പുറത്തുനിന്ന് ആസ്വദിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഇവിടെ സേഫ് ആണ്, ആഴം കുറവാണ്. അപ്പുറത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം. എത്ര മനോഹരിയാണ് അരീക്കൽ. തുള്ളിച്ചാടി ചിന്നിച്ചിതറി കൊതിപ്പിക്കുകയാണ്. ഉള്ളം കുളിർപ്പിക്കുന്ന തണുപ്പോടെ ഇക്കിളിയിടുകയാണ്. പാറകൾക്ക് മുത്തം കൊടുക്കുന്നതുപോലെ ഒഴുകിയിറങ്ങുകയാണ്. അതെ, അരീക്കൽ വെള്ളച്ചാട്ടത്തിന് വല്ലാത്തൊരു വശ്യതയാണ്. എനിക്ക് ഈ വെള്ളത്തിൽ നിന്ന് കയറാനേ തോന്നണില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കലും അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും കാണാൻ വരുന്നു ഉറപ്പാണ്. അപ്പൊ എന്റെ ഫേവറേറ്റ് ഹാങ് ഔട്ട് സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ഇപ്പോൾ അരീക്കൽ വെള്ളച്ചാട്ടം ഉണ്ട്. ഈ മഴക്കാലം കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങളും ഇത് വന്ന് കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കൂ. ക്യാമറമാൻ ആഞ്ജനേയ ആദർശിനും തമിഴിനും ഷോൺസിനുമൊപ്പം ശ്രീനിത കൃഷ്ണൻ, ട്വന്റിഫോർ. അപ്പോൾ അങ്ങനെ പേടിയില്ലാതെ സുരക്ഷിതമായ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് അരീക്കൽ എന്ന് ശ്രീനിത കാണിച്ചു തന്നു. ഏതായാലും നമ്മളുടെ ഇനി മഴക്കാലമാണ്, അങ്ങനെ അരീക്കൽ നിറഞ്ഞ് അങ്ങനെ ഒഴുകുമ്പോൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് എല്ലാവർക്കും പോകാം. അപ്പോൾ നമ്മൾ ഈ മനോഹര കാഴ്ചകളിൽ നിന്ന് ഇനി ചില ജീവിത നേർക്കാഴ്ചകളിലേക്കാണ്. IT നഗരമായ ബംഗളൂരുവിൽ 250ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർത്ത് താമസിക്കുന്ന ഇടമാണ് നേതാജി ചേരി. അവരുടെ ദുരിത ജീവിതം അധികം ആരും പകർത്തിയിട്ടില്ല. നേതാജി ചേരിയിലുള്ളവർ ഇപ്പോൾ വലിയൊരു ആശങ്കയിലാണ്. ചേരി ഒഴിയണമെന്ന റെയിൽവേയുടെ അറിയിപ്പ് വന്നതിൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയും അങ്കലാപ്പിലുമാണ് അവിടുത്തെ ജനങ്ങൾ. ആ ജീവിതത്തിലേക്കാണ്. തിരക്കേറിയ ബംഗളൂരു നഗരത്തിലെ കാണാപ്പുറത്തുള്ള ചില കാഴ്ചകൾ തേടിയാണ് ഇനിയുള്ള യാത്രകൾ. ആദ്യത്തെ യാത്ര ഒരു ചേരിയിലേക്കാണ്. ആ കാഴ്ചകൾ കാണാം. ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ കെട്ടിടങ്ങൾക്കും മെട്രോ നഗരത്തിലെ തിരക്കുകൾക്കുമിടയിൽ പലരും മനഃപൂർവ്വം അവഗണിക്കുന്ന ഒരിടം കാണാം ഇന്ന്.
ഇതാണ് നേതാജി ചേരി. 246 കുടുംബങ്ങളിലായി ഇവിടെ താമസിക്കുന്നത് 10,000-ലേറെ പേർ. കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി വന്നവരുടെ പിന്മുറക്കാർ. ചേരിയുടെ എല്ലാ വശങ്ങളും പകർത്തുക തന്നെ അസാധ്യമാണ്. അതായത് ഈ കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ പറ്റുന്ന ഈ വഴിക്ക് 2 വശങ്ങളിലുമുള്ളത് ഈ ചേരിയിലെ ജനങ്ങൾ താമസിക്കുന്ന വീടുകളാണ്, അവരുടെ കൂരകളാണ്. എട്ട് പേര് താമസിക്കുന്ന ഒരു വീടാണിത്. ഈ കൂരയിലാണ് 8 അംഗങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെ 8 അംഗങ്ങൾ. 8 പേഴ്സங்க താമസിക്കുന്ന. ஆமா 8 பெரியவங்க 3 பேர். இதுல பாருங்க எவ்வளவு இருக்குதுன்னு. இவ்வளவு பேர் இருக்கிறோம். சின்ன கூரையில இவ்வளவு பேர் இருக்கிறோம். இங்க கொடுக்குறேன்றாங்க. அவங்க பேசினாலும் நம்மளுக்கு தெரியாது. கொடுக்குறேன்றாங்க, இன்னும் கொடுக்கல. 82 வருஷம் ஆகுதுங்க. இவங்க சின்னதாக இருந்து இவங்க வயிற்றுல நாங்கள் பிறந்து எங்கள் வயிற்றுல இவங்களோ பிறந்துட்டாங்க. ാറ് കുടുംബങ്ങൾക്കായി ആകെയുള്ളത് 4 ശൗചാലയം മാത്രമാണ്. '85 വർഷം മുമ്പാണ് ഈ ചേരി സ്ഥാപിച്ചത്. 60% റെയിൽവേയുടെയും 40% കോർപ്പറേഷന്റെയും ഭൂമി. റെയിൽവേ ട്രാക്ക് വികസനത്തിന്റെ ഭാഗമായി 3 മാസത്തിനുള്ളിൽ ചേരി ഒഴിഞ്ഞുകൊടുക്കണമെന്നാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പോകാൻ മറ്റിടമില്ലെന്ന് ചേരി നിവാസികളും. எந்த ஹெல்ப்பும் யாரும் பண்ணல. ஓட்டு வருது, ஆனால் இந்த இடம் எந்த லிஸ்ட்லேயே இல்லைன்றாங்க. எப்படி எங்களுக்கு ஓட்டு வருது? ஓட்டு மட்டும் வாங்குறதுக்கு வராங்க, எதுவுமே இதுக்கு பண்ண மாட்டேங்கிறாங்க. இப்போ திடீர்னு ஏரியா இடம்னா நாங்கள் 80, எங்கள் அம்மாங்களாம் 80 வருஷமா இருக்குது. நாங்கள் எங்கே போகிறது? எங்களுக்குன்னு ஒரு இடம் கொடுக்கல. காலி பண்ண எங்கே போகிறது? நாங்கள் செய்கிறது வீட்டு வேலை தான். வீடு எதுவுமே கொடுக்கல. வீடு கொடுக்காத காலி பண்ணால் எப்படி காலி பண்ண போகிறது? குழந்தைங்களெல்லாம் இட்லி எங்கே போகிறது? நம்ம கையில் காசு இல்லை, எதுவுமே இல்லை. வீடு வாடகை போக முடியல. 1 லட்சம் 2 லட்சம் கேட்குறாங்க வீடு லீஸ்க்கு. எங்கே போகிறது? எங்கேயுமே போகிறதுக்கே இல்லை. இல்லாத இதுக்கும் இல்லாத இதாக நிற்கிறோம் நாங்கள் കുഴந்தைകളെ വെച്ചിരിക്കുന്നത്. എവിടേക്ക് പോകണമെന്നാണ് ഈ മനുഷ്യരുടെ ചോദ്യം. എന്നാൽ ഇവരെ ഒന്ന് കേൾക്കാൻ പോലും ഒരു അധികാരികളും ഈ വഴി വന്നിട്ടില്ല. 80 ವರ್ಷ ಆಯಿತು. ಯಾರೋ ಮನೆ ಕೊಟ್ಟಿಲ್ಲ, ಏನೂ ಮಾಡಿಲ್ಲ, ಯಾರೋ ಹೆಲ್ಪ್ ಮಾಡಿಲ್ಲ, ಏನೂ ಇಲ್ಲ. ಇವಾಗ ಬಂದು ಖಾಲಿ ಮಾಡೋಣ. ನಾವು ಎಲ್ಲಿ ಹೋಗಬೇಕು? ನಮ್ಗೆ ಮನೆ ತೋರಿಸ್ಬೇಕು, ಆಮೇಲೆ ನಾವು ಹೋಗ್ತೀವಿ. இப்போ எங்களுக்கு இடம் கொடுத்தா தானே நாங்கள் காலி பண்ணுறதுக்கு. இடமே கொடுக்கலன்னா நாங்கள் எங்கே போனோம் சொல்லுங்க? ಖಾಲಿ ಮಾಡಿದ್ರೆ ಎಲ್ಲಿ ಖಾಲಿ ಮಾಡಿಬಿಟ್ಟು ಎಲ್ಲಿ ಹೋಗ್ಬೇಕು? അതിവേഗത്തിലോടുന്ന മെട്രോ നഗരത്തിൽ ഇങ്ങനെയും ചില കാഴ്ചകളുണ്ട്. പതിറ്റാണ്ടുകൾ നീണ്ട ദുരിത ജീവിതത്തെപ്പറ്റി ഇവർക്ക് പറയാനുമുണ്ട്. ബംഗളൂരുവിൽ നിന്ന് സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. വൻനഗരങ്ങൾ അങ്ങനെ ഉയർന്നു പടർന്ന് പന്തലിക്കുമ്പോൾ ആ നഗരങ്ങൾ കെട്ടിപ്പടുക്കാൻ വിയർപ്പൊഴുക്കിയ മനുഷ്യർ അരികിലേക്ക് അങ്ങനെ ഒതുക്കപ്പെടുകയാണ്. ഇറങ്ങിപ്പോകാനല്ല, എവിടേക്ക് പോകണമെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കണം അധികാരികൾ, അല്ലാതെ കുടിയിറക്കുകയല്ല വേണ്ടത്. ഇതോടെ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടിന്റെ കാഴ്ചകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ മനോഹരമായ യാത്രാവിശേഷങ്ങളുമായി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കാണാം.